ബൈബിൾ ഗെയിം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ശ്രദ്ധ കൂട്ടാനുള്ള രസകരമായ ഒരു ഗെയിമാണ് ഇത്. ഗെയിമിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഗെയിമിനുള്ള റൂൾസ് എന്താണെന്ന് നോക്കാം. ഓരോ ബൈബിൾ വാക്യങ്ങൾ തരും. ഓരോ വാക്യവും നിങ്ങൾ സൂക്ഷിച്ച് വായിക്കുക. അതിൽ നിന്നും എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് താഴെ തന്നിരിക്കും. അതനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സങ്കീർത്തനങ്ങൾ 14 അധ്യായം 2 വചനം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു മൃഗത്തിൻ്റെ പേരാണ്. ഏതാണ് ആ മൃഗം? ഉത്തരം മാൻ. രണ്ടാമത്തെ ചോദ്യം. സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ ശലോമോന് ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിൻ്റെ തൂക്കം 666 താലന്ത് ആയിരുന്നു. 2 ദിനവൃത്താന്തം 9 അധ്യായം 13 വചനം. ഇതിൽ നിന്നും കണ്ടുപിടിക്കാനുള്ളത് ഒരു ഭക്ഷണത്തിൻ്റെ പേരാണ്. ഏതാണ് ആ ഭക്ഷണം? ഉത്തരം വട. മൂന്നാമത്തെ വാക്യം. അഹരോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടങ്ങഴി മഞ്ഞായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. പുറപ്പാട് 16 അധ്യായം 33 വചനം. ഇതിൽ നിന്നും കണ്ടുപിടിക്കാനുള്ളത് ഒരു അവയവത്തിൻ്റെ പേരാണ്. ഏതാണ് ആ അവയവം? ഉത്തരം തല. നാലാമത്തെ വാക്യം. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. പുറപ്പാട് 15 അധ്യായം 13 വചനം. ഇതിൽ നിന്നും കണ്ടുപിടിക്കാനുള്ളത് ഒരു മരത്തിൻ്റെ പേരാണ്. ഏതാണ് ആ മരം? ഉത്തരം ആൽമരം. അഞ്ചാമത്തെ വചനം. എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഉൽപ്പത്തി 17 അധ്യായം 4 വചനം. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് ഒരു മരത്തിൻ്റെ പേരാണ്. ഏതാണ് ആ മരം? ഉത്തരം ജാതി. ആറാമത്തെ വചനം. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. പുറപ്പാട് 20 അധ്യായം 25 വചനം. ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് ഒരു പുഷ്പത്തിൻ്റെ പേരാണ്. ഏതാണ് ആ പുഷ്പം? ഉത്തരം ചെത്തി. ഏഴാമത്തെ വചനം. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് 20 അധ്യായം 6 വചനം. ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് ഒരു മരത്തിൻ്റെ പേരാണ്. ഏതാണ് ആ മരം? ഉത്തരം പന. അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യം. ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം കമൻറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചോദ്യം 1. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. റോമർ 3 അധ്യായം 12 വചനം. ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് ഒരു അവയവത്തിൻ്റെ പേരാണ്. ഏതാണ് ആ അവയവം? ചോദ്യം 2. സംസാരിക്കാമെന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയേറെ പൗലോസ് ഉത്തരം പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 10 വചനം. ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് ഒരു വസ്ത്രത്തിൻ്റെ പേരാണ്. ഏതാണ് ആ വസ്ത്രം? ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക.